സഹകരണ മേഖലയുടെ തകർച്ച ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടന്നുവെന്നും എന്നാൽ അങ്ങനെ തകർക്കാൻ പറ്റുന്ന ഒന്നല്ല സഹകരണ മേഖലയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അഴിമതി തീണ്ടാത്ത രംഗമായി സഹകരണ മേഖല മാറിയിരുന്നു. കാലം മാറുമ്പോൾ വിവിധ രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ചില ദുസ്വാധീനങ്ങൾ ഉയർന്നുവരുന്നു. സഹകരണ മേഖല ആർജിച്ച വിശ്വാസ്യതയ്ക്ക് ചെറിയ രീതിയിലുള്ള പോറൽ ഏൽപ്പിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത് അതീവ ഗൗരവമായി എല്ലാ പ്രദേശങ്ങളിലും കാണേണ്ട കാര്യമാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഗൗരവത്തോടെ കാണണം. സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. ഓഡിറ്റിംഗിൽ ഫലപ്രദമായ ഇടപെടൽ സർക്കാർ നടത്തും. സഹകരണ മേഖലയുടെ തകർച്ച ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടന്നുവെന്നും എന്നാൽ അങ്ങനെ തകർക്കാൻ പറ്റുന്ന ഒന്നല്ല സഹകരണ മേഖലയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സഹകരണ സ്ഥാപനങ്ങൾക്ക് എപ്പോഴും ഒരു പ്രവർത്തന പരിധിയുണ്ട്. ആ പ്രവർത്തന പരിധിയും അതേ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ മറ്റൊരു സഹകരണ സ്ഥാപനം പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ടാൽ, മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം എന്ന ഗണത്തിൽപ്പെട്ടാൽ ഏതിൻ്റെ പേരിലായാലും എന്തും ചെയ്യാം എന്നതാണ് അവസ്ഥ. ഇപ്പോൾ ചില ഹൗസിംഗ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്ന അനുഭവം എല്ലാ രംഗത്തും അവരിടപെടുകയാണ്. എല്ലാ രംഗത്തും ഇടപെട്ടുകൊണ്ട് പണം ശേഖരിക്കുന്ന നില വരികയാണ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ്, അതിന് വലിയ ഓഫറുകൾ നൽകുകയാണ്. അവസാനം നിക്ഷേപകർക്ക് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വന്നു ചേരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിർഭാഗ്യവശാൽ പ്രോത്സാഹിപ്പിക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അത് സഹകരണ മേഖലയ്ക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഒന്നിച്ചു നിന്ന് എതിർത്ത് പോകാൻ കഴിയും. നബാർഡിൽ നിന്നുള്ള 8.5 കോടി രൂപ ചെലവിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ കെട്ടിടം നവീകരിച്ചത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ അധ്യക്ഷനായി. ബാങ്കിന്റെ ഹാൾ കെ ശൈലജ MLA-യും ഡൈനിംഗ് ഹാൾ വി ശിവദാസൻ MP-യും ആധുനിക കിച്ചൺ KP മോഹനൻ MLA-യും VIP ലോഞ്ച് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജനും സോളാർ പാനൽ റെഡ്കോ മുൻ ചെയർമാൻ വത്സൻ ബനോളിയും ലിഫ്റ്റ് യുവജന ക്ഷേമ ബോർഡ് മെമ്പർ VK സനോജും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാതയും ഉദ്ഘാടനം ചെയ്തു. റെഡ്കോ ചെയർമാൻ M സുരേന്ദ്രൻ ഉപഹാരങ്ങൾ നൽകി. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ ഓഹരി സമാഹരണം സ്വീകരിച്ചു. സെക്രട്ടറി M ദിലീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് K കിഴക്കയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ V ബാലൻ, PC ഗംഗാധരൻ, NV ഷിനിജ, C രാജീവൻ, K ഗീത, M റിജി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അജിത, M സുകുമാരൻ, K ശശിധരൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.